ഏവർക്കും നമസ്കാരം. നീലകേശി മാഡം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ ഇടവം രാശിയിലെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരുടെ ജൂലൈ മാസത്തിലെ പൊതുവായ ഫലങ്ങളും ഓരോ നക്ഷത്ര ജാതകർക്കും വരുവാൻ പോകുന്ന ഫലങ്ങളുമാണ് പറയുവാൻ പോകുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും ശ്രമിക്കുമല്ലോ. ജൂലൈ മാസത്തിലെ പ്രധാന ഗ്രഹമാറ്റങ്ങളെ നോക്കാം. സൂര്യൻ ജൂലൈ 16 മിഥുനത്തിൽ നിന്ന് കർക്കടകം രാശിയിലേക്ക് മാറും. ബുധൻ ജൂലൈ 2 മുതൽ ജൂലൈ 25 വരെ കർക്കടകം രാശിയിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ ജൂലൈ 26 വരെ ഇടവത്തിലും ശേഷം മിഥുനം രാശിയിലേക്ക് മാറും. ചൊവ്വ ജൂലൈ 28 വരെ ചിങ്ങം രാശിയിൽ സഞ്ചാരം തുടരുന്നതാണ്. ശേഷം ജൂലൈ 28 ചിങ്ങം രാശിയിൽ നിന്ന് കന്നി രാശിയിലേക്ക് മാറും. വ്യാഴം മിഥുനം രാശിയിലും ശനി ജൂലൈ മാസത്തിൽ മീനം രാശിയിലും രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിക്കും. ഇടവം രാശിക്കാർക്ക് 2025 ജൂലൈയിലെ ഉദ്യോഗപരമായ പൊതുവായ നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഓരോ നക്ഷത്രങ്ങൾക്കും ജീവിതത്തിലെ കുടുംബം, തൊഴിൽ, ആരോഗ്യം, സമ്പത്ത്, വിദ്യ എന്നിവയിൽ എങ്ങനെയെല്ലാം ആയിരിക്കുമെന്ന് പറയുന്നതാണ്. സൂര്യൻ ജൂലൈ 16 മുതൽ കർക്കടകം രാശിയിൽ വരുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട പുതിയ ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും സഹപ്രവർത്തകരുമായി മികച്ച ബന്ധം സ്ഥാപിക്കുവാനും സാധിക്കും. കസ്റ്റമർ സർവീസിലും എഴുത്തിലുമായി ബന്ധപ്പെട്ട് ജോലികളിൽ നിൽക്കുന്നവർക്ക് ഈ മാസം തൊഴിൽപരമായി നേട്ടങ്ങൾ കൈവരുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ, മീഡിയ, സെയിൽസ് തുടങ്ങിയ മേഖലകളിൽ ഉള്ളവർക്ക് ഇത് വളരെ അനുകൂലമായ സമയമാണ്. ബുധൻ ജൂലൈ 2 മുതൽ ജൂലൈ 25 വരെ സഞ്ചരിക്കുന്നത് തൊഴിൽപരമായ ആശയവിനിമയങ്ങൾക്ക് ശക്തി നൽകുന്നതിനാൽ പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നതിനും ടീം വർക്കുകൾക്കും നല്ല സമയമാണ്. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് മുന്നേറ്റങ്ങൾ വരുന്നതാണ്. എന്നിരുന്നാലും ജൂലൈ 18 ശേഷം പ്രധാനപ്പെട്ട കരാറുകളോ തീരുമാനങ്ങളോ എടുക്കുമ്പോൾ നന്നായി ആലോചിച്ച് മാത്രം അതിലേക്ക് ഇറങ്ങുക. ഒപ്പം രേഖകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതും കൂടിയുണ്ട്. ജൂലൈ 26 വരെ ശുക്രന്റെ സ്വാധീനം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇത് തൊഴിൽപരമായ ബന്ധങ്ങളിൽ കൂടുതൽ സുഗമമാക്കുന്നതായിരിക്കും. മാസാവസാനം കൂടുതൽ ഗുണകരമായി കാണുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ജൂലൈ 28 വരെ വളരെ ഗുണകരമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ സാധ്യതയുണ്ട്. ജൂലൈ 29 ക്രിയേറ്റീവ് ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കുന്നതാണ്. എന്നിരുന്നാലും അതിൽ അമിതമായ റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കുക. വ്യാഴത്തിന്റെ സ്വാധീനം വിദേശത്ത് നിൽക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. ശമ്പള വർധനവ്, പ്രമോഷനുകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കഴിവിന് അംഗീകാരം ലഭിക്കുകയും അത് സാമ്പത്തികമായി പ്രതിഫലിക്കുകയും ചെയ്യും. പുതിയ തൊഴിലവസരങ്ങളും ഈ സമയം തേടിയെത്താം. ഈ സമയം പുതിയ ഓഫറുകൾ വന്നിട്ടുണ്ട് എങ്കിൽ അതിലേക്ക് ചിന്തിക്കാവുന്നതാണ്. ശനി പരിശ്രമങ്ങൾക്ക് കുറേശ്ശെ ഫലങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ്. ജൂലൈ 13 ചില തൊഴിൽപരമായ തടസ്സങ്ങൾ വരുവാൻ സാധ്യതയുള്ളതിനാൽ ക്ഷമയോടെ ജോലിയെ നോക്കി കാണുക. രാഹുവിന്റെ സ്വാധീനം തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങളും അവസരങ്ങളും കൊണ്ടുവരും. ചിലർക്ക് പുതിയ ജോലി ലഭിക്കുവാനോ വിദേശവുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ ലഭിക്കുവാനോ സാധ്യതയുണ്ട്. തൊഴിൽപരമായ തീരുമാനങ്ങളിൽ അമിതമായ ആവേശം കാണിക്കാതെ സൂക്ഷ്മത പുലർത്തുകയും വേണം. ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് 2025 ജൂലൈ മാസം തൊഴിൽപരമായി സമ്മിശ്രമായ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ ഓരോ നക്ഷത്രത്തെയും വ്യത്യസ്തമായ രീതിയിലാണ് സ്വാധീനിക്കുക. ഓരോ നക്ഷത്രത്തെയും വിശദമായി പരിശോധിക്കുന്നതാണ്. ഇടവം രാശിയിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് വരുന്ന ജൂലൈ മാസം തൊഴിൽപരമായ പുരോഗതിയും അംഗീകാരവും ലഭിക്കും. അതുപോലെ തന്നെ കർമ്മമേഖലയിൽ കുറച്ചുകൂടി പരിശ്രമത്തിന് സാധ്യത കാണുന്നു. എന്നിരുന്നാലും ചെയ്യുന്ന ജോലിക്ക് അർഹമായ പ്രതിഫലവും സ്ഥാനവും ലഭിക്കുന്നതാണ്. സൂര്യന്റെയും ബുധന്റെയും അനുകൂലമായ സ്വാധീനം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾക്ക് വലിയ ഊർജം നൽകും. പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വരുന്നതാണ്. പ്രസന്റേഷൻ സ്കില്ലുകൾ കുറെ കൂടി തിളങ്ങുവാൻ സാധിക്കും. തൊഴിൽ അന്വേഷകർക്ക് പുതിയ തൊഴിലവസരങ്ങൾ തേടിയെത്തുവാൻ സാധ്യത കാണുന്നുണ്ട്.
പ്രത്യേകിച്ച് എഴുത്ത്, മാധ്യമ പ്രവർത്തനം, അഡ്മിനിസ്ട്രേഷൻ, കൺസൾട്ടിംഗ്, അധ്യാപനം, വിൽപ്പന തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുന്നതാണ്. പുതിയ കരാറുകൾ ഒപ്പിടുന്നതിനും പങ്കാളിത്ത ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനും അനുകൂലമായ സമയം തന്നെയാണ്. നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ ഉപയോഗിക്കുന്ന ജോലികളിൽ കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ പുരോഗതിയും അംഗീകാരവും ലഭിക്കുന്നതാണ്. ആശയങ്ങൾ മേലധികാരികളുമായി പങ്കുവയ്ക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ പ്രൊഫൈൽ മെച്ചപ്പെടുത്തുവാനും സാധിക്കും. കാർത്തിക നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: ജൂലൈ 18 ശേഷം തൊഴിൽപരമായ രേഖകളിൽ ഒപ്പിടുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. ഓരോ വാക്കും വ്യക്തമാണെന്ന് ഉറപ്പുവരുത്തുക. കരാറുകളും സാമ്പത്തിക ഇടപാടുകളിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ആശയവിനിമയത്തിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ വരുവാൻ സാധ്യതയുണ്ട്. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും മനസ്സിനെ കാമായി വയ്ക്കുകയും ചെയ്യുക. രോഹിണി നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം തൊഴിൽപരമായി സാമ്പത്തിക നേട്ടങ്ങളും ചില പുതിയ വഴികളും തുറന്നു കിട്ടുവാൻ സാധ്യതയുണ്ട്. ഇൻസെന്റീവുകൾക്കോ അല്ലെങ്കിൽ പുതിയ വരുമാന മാർഗങ്ങൾക്കോ സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ്. പരിശ്രമത്തിന് അർഹമായ സാമ്പത്തിക പ്രതിഫലം ലഭിക്കുന്നതാണ്. കുടുംബപരമായ ബിസിനസ്സുകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബാംഗങ്ങളിൽ നിന്നോ പങ്കാളികളിൽ നിന്നോ തൊഴിൽപരമായി നല്ല പിന്തുണ ലഭിക്കും. വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ അവസരങ്ങളും തേടുന്നത് അനുകൂലമാണ്. പാർട്ട് ടൈം ജോലികളോ ഫ്രീലാൻസിംഗ് പ്രോജക്റ്റുകളിലോ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ബാങ്കിംഗ്, ഫിനാൻസ്, ഭക്ഷ്യമേഖല, ഹോസ്പിറ്റാലിറ്റി, സൗന്ദര്യവർദ്ധക മേഖല, ഫാഷൻ, കല എന്നിവയുമായി ബന്ധപ്പെട്ട് മേഖലയിൽ നിൽക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് അനുകൂല സമയമാണ്. ജോലിക്കായുള്ള അഭിമുഖങ്ങളിൽ ആത്മവിശ്വാസവും വ്യക്തിത്വവും ശ്രദ്ധിക്കപ്പെടും. സംസാര ശൈലി ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ശമ്പള വർധനവ്, ബോണസുകൾ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ അനുകൂലമായ സമയമാണ്. വിദേശത്ത് വസ്തുവകകൾ വാങ്ങാൻ ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ആഡംബരപരമായ അമിത ചെലവുകൾ ഒഴിവാക്കുക. ബഡ്ജറ്റ് പ്ലാനിംഗ് നടത്തുന്നത് ഗുണം ചെയ്യും. രാഹുവിന്റെ സ്വാധീനം ചില അപ്രതീക്ഷിതമായ തൊഴിൽപരമായ മാറ്റങ്ങൾക്ക് ഇടവരുത്തും. എന്നാൽ തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധിക്കുകയും എല്ലാ വശങ്ങളും പരിഗണിക്കുകയും ചെയ്യുക. മകയിരം നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം തൊഴിൽപരമായ മാറ്റങ്ങളും ചില പ്രയാസങ്ങളും എന്നാൽ ഒടുവിൽ വിജയവും ലഭിക്കുന്നതാണ്. ഈ മാസം ക്ഷമയും സ്ഥിരതയും പരീക്ഷിക്കപ്പെടുന്ന സമയമാണ്. എങ്കിൽ പോലും ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ല ഫലങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. പുതിയതും റിസ്ക് നിറഞ്ഞതുമായ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധ കൊടുക്കുക. പുതിയ വർക്കുകൾ ഏറ്റെടുക്കുന്നതിന് കഴിവുകൾ തെളിയിക്കാൻ അവസരം ലഭിക്കുന്നതാണ്. എന്നാൽ കുറെ കൂടി പരിശ്രമം ആവശ്യമായി വരും. ശനിയുടെ സ്വാധീനം പ്രയത്നങ്ങൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നേട്ടങ്ങൾ ഉറപ്പാക്കി തരും. ഈ മാസം കൂടുതൽ പരിശ്രമിക്കേണ്ടി വന്നേക്കാം. ഭാവിയിൽ അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്നതാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാൻ അല്പം കൂടുതൽ പരിശ്രമം ആവശ്യമായി വരും. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, റിയൽ എസ്റ്റേറ്റ്, ഗവേഷണം, ഡിറ്റക്റ്റീവ് ജോലികൾ തുടങ്ങിയ മേഖലയിൽ അവസരങ്ങൾ തേടുന്നത് ഗുണകരമാകും. ഈ ഫീൽഡിലുള്ളവർക്ക് കുറെ കൂടി ഗുണകരമായ സമയം കൂടിയാണ്. മുൻപ് ശ്രമിച്ച ജോലികളിൽ നിന്നോ അല്ലെങ്കിൽ പഴയ സഹപ്രവർത്തകർ വഴി അവസരങ്ങൾ ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന മകയിരം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ജോലിഭാരം കൂടുവാനും ചില പ്രോജക്റ്റുകളിൽ കാലതാമസം വരുവാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ വീട്ടിൽ നിന്നുള്ള പിന്തുണ കുറഞ്ഞു എന്ന് തോന്നാം. അല്ലെങ്കിൽ വീട്ടുപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സാഹചര്യം വരുവാനും സാധ്യതയുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏറെ നന്നായിരിക്കും. സഹപ്രവർത്തകരുമായും മേലധികാരികളുമായുള്ള ചെറിയ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഒഴിവാക്കുക. അമിതമായി ആവേശം കാണിക്കാതെ കൃത്യമായ ആസൂത്രണത്തോടെ മുന്നോട്ട് പോവുക. റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. ഗ്രഹമാറ്റങ്ങൾ ഓരോ നക്ഷത്രങ്ങളെയും സാമ്പത്തികപരമായി എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറുന്നത് വളരെ അനുകൂലമാണ്.
കുടുംബപരമായ സാമ്പത്തിക കാര്യങ്ങളിലും സ്വത്തുക്കളിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകളോ ലാഭകരമായ ഡീലുകളോ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ചൊവ്വയുടെ സ്വാധീനം കാരണം ചിലവുകൾ കൂടുതൽ വരുവാൻ ഇടയുള്ളതിനാൽ ചിലവുകൾ നിയന്ത്രിക്കുക. മുൻഗണന നൽകി ചിലവഴിക്കുന്നതും അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കുന്നതും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാൻ സഹായിക്കും. റിയൽ എസ്റ്റേറ്റ്, കുടുംബപരമായ ബിസിനസ്സുകൾ എന്നിവയിൽ നിക്ഷേപിക്കുന്നത് ഈ സമയം ലാഭകരമാണ്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് നല്ല സമയമാണ്. സാമ്പത്തികത്തിൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. രോഹിണി നക്ഷത്രക്കാർക്ക് ശുക്രന്റെയും ബുധന്റെയും അനുകൂല സ്വാധീനം സാമ്പത്തികമായി നല്ല ഫലങ്ങൾ നൽകും. സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തതയും സ്ഥിരതയും നൽകുന്നതാണ്. സാമ്പത്തികപരമായ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുവാനും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം നേടുവാനും കഴിയുന്നതാണ്. എങ്കിലും പെട്ടെന്നുള്ള ലാഭത്തിന് വേണ്ടി സാഹസികമായ നീക്കങ്ങൾ ഒഴിവാക്കുക. ചിലപ്പോൾ അബദ്ധങ്ങൾ വരുവാൻ സാധ്യത കാണുന്നുണ്ട്. മകീര നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ മിഥുനം രാശിയിലെ സ്വാധീനം സാമ്പത്തിക വളർച്ചയ്ക്ക് വഴിയൊരുക്കും. ശുക്രന്റെ അനുകൂലമായ സ്വാധീനവും ഗുണകരമാണ്. എഴുത്ത്, കമ്മ്യൂണിക്കേഷൻ, വിവര സാങ്കേതിക വിദ്യ, യാത്രകൾ തുടങ്ങിയ മേഖലകളിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കാം. ബിസിനസ് വിപുലീകരിക്കുവാനുള്ള സാധ്യതകളുമുണ്ട്. ശനിയുടെ സ്വാധീനം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും അച്ചടക്കവും കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അപ്രതീക്ഷിതമായ ചിലവുകൾ വരുവാൻ സാധ്യതയുള്ളതിനാൽ ഒരു കരുതൽ ധനം ഉണ്ടായിരിക്കുന്നത് വളരെ ഗുണകരമാണ്. കടങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക, അല്ല എങ്കിൽ കടബാധ്യതകൾ കൂടുവാൻ സാധ്യത കാണുന്നുണ്ട്. ദീർഘകാല പദ്ധതികളിൽ നിക്ഷേപിക്കുവാൻ അനുയോജ്യമായ സമയമാണ്. വിദ്യാഭ്യാസപരമായ നിക്ഷേപങ്ങൾ, സാങ്കേതിക വിദ്യാ സംരംഭങ്ങൾ എന്നിവ പരിഗണിക്കാം. എന്നാൽ എല്ലാ നിക്ഷേപങ്ങളും ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യുക. സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുവാൻ സഹായിക്കും. കുടുംബാംഗങ്ങളുമായി വൈകാരികമായ അടുപ്പം വർദ്ധിക്കുന്നതാണ്. മാതാപിതാക്കളുമായും സഹോദരങ്ങളുമായും നല്ല ബന്ധത്തിലായിരിക്കും. ചൊവ്വയുടെ ചിങ്ങം രാശിയിലെ സാന്നിധ്യം ചിലപ്പോൾ ദാമ്പത്യത്തിൽ ചെറിയ വഴക്കുകൾക്ക് കാരണമായേക്കാം. എന്നാൽ ഇത് താൽക്കാലികമായിരിക്കും. ജൂലൈ 28 ശേഷം അനുകൂലമാണ്. പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ സഹായിക്കും. സ്നേഹബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ബുധന്റെയും ശുക്രന്റെയും അനുകൂല സ്വാധീനം കുടുംബ ബന്ധങ്ങളിൽ വളരെ നല്ല ഫലങ്ങൾ നൽകും. കുടുംബാംഗങ്ങളുമായിട്ടുള്ള ആശയവിനിമയം കൂടുതൽ സ്നേഹവും വ്യക്തതയും ഉള്ളതായിരിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങളും ആഘോഷങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ജൂലൈ 26 വരെ ശുക്രൻ ഇടവം രാശിയിൽ തുടരുന്നത് ദാമ്പത്യ ബന്ധത്തിൽ വലിയൊരു സ്ഥിരതയും സമാധാനവും നൽകും. പങ്കാളിയുമായുള്ള സ്നേഹം വർദ്ധിക്കുകയും പരസ്പരം കൂടുതൽ അടുക്കുകയും ചെയ്യും. അതിനുശേഷം ശുക്രൻ മിഥുനത്തിലേക്ക് മാറുന്നത് ബന്ധങ്ങളിൽ കൂടുതൽ സൗഹൃദപരവും സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിക്കും. ഒരുമിച്ച് യാത്ര ചെയ്യുവാനും ഈ മാസം നല്ലതാണ്. മകീര നക്ഷത്രക്കാർക്ക് വ്യാഴത്തിലെ മിഥുനം രാശിയിലെ സാന്നിധ്യം കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരും. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തുവാനും പരസ്പരം പിന്തുണ നൽകുവാനും സാധിക്കുന്നതാണ്. ദാമ്പത്യ ബന്ധത്തിൽ ചിലപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വരുന്നതാണ്. ചെറിയ മാനസിക സമ്മർദ്ദത്തിന് ഇത് കാരണമായേക്കാം. പഴയ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വരുവാൻ കേതുവിന്റെ സ്വാധീനത്തിൽ കാരണമാകും. അവ ശ്രദ്ധയോടെയും ക്ഷമയോടെയും കൈകാര്യം ചെയ്യുക. ജൂലൈ മാസത്തിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരുന്നതാണ്. സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറുന്നത് പ്രതിരോധ ശേഷിയെ സ്വാധീനിക്കും. വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ദഹനക്കുറവ്, നെഞ്ചിരിച്ചിൽ എന്നിവ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചൊവ്വയുടെ സ്വാധീനം കാരണം പെട്ടെന്നുള്ള ചെറിയ പരുക്കുകൾ, മുറിവുകൾ അല്ലെങ്കിൽ പനി പോലുള്ള പ്രശ്നങ്ങളും വരുന്നതാണ്. മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കുവാൻ മാക്സിമം ശ്രമിക്കുക. രോഹിണി നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ പൊതുവെ നല്ല ആരോഗ്യം പ്രതീക്ഷിക്കാം. ശുക്രന്റെയും ബുധന്റെയും അനുകൂല സ്വാധീനം മാനസികപരമായി നല്ല ക്ഷമത നൽകുന്നതാണ്. എങ്കിലും ചൊവ്വയുടെ സ്ഥാനചലനം ചെറിയ ദഹന പ്രശ്നങ്ങൾക്കോ അലർജികൾക്കോ കാരണമാകും. മകീരം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ അനുകൂലമായ സ്വാധീനം പൊതുവായ ആരോഗ്യത്തിന് ഗുണകരമാണ്. എന്നിരുന്നാലും ശനിയുടെയും രാഹുവിന്റെയും സ്വാധീനം ചില ആരോഗ്യ ബുദ്ധിമുട്ടുകൾക്ക് ഇടവരും. ശാരീരികമായ ക്ഷീണം, സന്ധിവേദനകൾ അല്ലെങ്കിൽ കാൽപാദങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. രാഹുവിന്റെ സ്വാധീനം കാരണം നാഡീ സംബന്ധമായ ചില പ്രശ്നങ്ങൾക്കോ അമിതമായ ചിന്തകൾക്കോ സാധ്യതയുണ്ട്. കേതുവിന്റെ സാന്നിധ്യം കാരണം
അലർജികൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട്. കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും ആത്മാർത്ഥതയും ഉണ്ടാകും. സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറുന്നത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുവാൻ സഹായിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ ഏകാഗ്രതയോടെ പഠിക്കുവാൻ സാധിക്കുന്നതാണ്. നേതൃത്വപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരങ്ങൾ ലഭിക്കും. ചൊവ്വയുടെ സ്വാധീനം കാരണം പഠനത്തിൽ ചില സമയങ്ങളിൽ അലസത വന്നാൽ തന്നെയും അത് മാറി കിട്ടുന്നതാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ബുധന്റെയും ശുക്രന്റെയും അനുകൂല സ്വാധീനം പഠനത്തിൽ വളരെ നല്ല ഫലങ്ങൾ നൽകും. പഠിക്കാൻ അനുകൂലമായ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വരുന്നതാണ്. ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം പഠനത്തിൽ അശ്രദ്ധ വരുത്തിയേക്കാം. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പഠനത്തിൽ ശ്രദ്ധ കുറയുവാൻ സാധ്യത കാണുന്നുണ്ട്. മകീര നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ അനുകൂലമായ സ്വാധീനം ഉന്നത വിദ്യാഭ്യാസത്തിന് വളരെ പ്രയോജനകരമാണ്. പുതിയ വിഷയങ്ങൾ പഠിക്കുവാൻ താല്പര്യം വർദ്ധിക്കും. ഗവേഷണം, ദാർശനിക വിഷയങ്ങൾ, കമ്പ്യൂട്ടർ സയൻസ്, നൂതന സാങ്കേതിക വിദ്യകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ മികവ് പുലർത്തുവാൻ സാധിക്കും. പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനും വിദേശത്ത് പോയി പഠിക്കുവാനും അനുകൂല സമയമാണ്. അധ്യാപകരിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കുന്നതാണ്. പ്രശ്ന പരിഹാരാർത്ഥം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പഞ്ചാമൃത വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറെ ഗുണകരമാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഫലങ്ങൾ പൊതുഫലമായതിനാൽ വ്യക്തിപരമായ ഫലങ്ങളിൽ കുറച്ച് വ്യത്യാസം വരുവാനിടയുള്ളതിനാൽ ഗ്രഹനില പരിശോധിക്കേണ്ടതാണ്. ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ്. എവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ അധ്യായവുമായി വരും വരെ നന്ദി, നമസ്കാരം.